ഡൽഹിയിൽ കനത്ത മൂടൽമഞ്ഞ് കാരണം വിമാന സർവീസുകൾ വൈകിയതായി എയർപോർട്ട് അതോറിറ്റി. കനത്ത മൂടൽമഞ്ഞ് ട്രെയിൻ സർവീസുകളെയും സാരമായി ബാധിച്ചു. വരും ദിവസങ്ങളിൽ തണുപ്പ് വർദ്ധിക്കുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. ജിഷ്ണു കൃഷ്ണൻ ചേരുന്നു. ജിഷ്ണു, ശൈത്യവും അതോടൊപ്പം മൂടൽമഞ്ഞും ജനജീവിതത്തെ കാര്യമായി തന്നെ ബാധിക്കുകയാണോ ഡൽഹിയിൽ? രോഹിണി, ഡൽഹി ഉൾപ്പെടെയുള്ള ഉത്തരേന്ത്യൻ നഗരങ്ങളിൽ ഡൽഹിയും ഹരിയാനയും പഞ്ചാബും കൂടാതെ ഉത്തർപ്രദേശ് കൂടാതെ ഹിമാലയൻ സംസ്ഥാനങ്ങളിലും അതിശൈത്യവും കനത്ത മൂടൽമഞ്ഞും തുടരുകയാണ്. ഡൽഹിയിൽ കനത്ത മൂടൽമഞ്ഞ് കാരണം വിമാനത്താവളത്തിൽ നിരവധി വിമാന സർവീസുകളുടെ സമയക്രമത്തിൽ മാറ്റം വന്നു എന്നുള്ളതാണ് എയർപോർട്ട് അതോറിറ്റി അറിയിച്ചിട്ടുള്ളത്. അതിൽ എത്ര സർവീസുകൾ, അതിൻ്റെ കൃത്യമായിട്ടുള്ള കണക്കുകൾ ഉടൻ തന്നെ എയർപോർട്ട് അതോറിറ്റി നൽകുമൊപ്പം റെയിൽ ഗതാഗതത്തെയും ഈ കനത്ത മൂടൽമഞ്ഞ് കാരണം കാഴ്ച പരിധി രാവിലെയുള്ള സമയങ്ങളിൽ 0 എത്തിയതിനാൽ, അതായത് അടുത്തുള്ള ആളെ പോലും കാണാൻ സാധിക്കാത്ത തരത്തിലേക്ക് രാവിലത്തെ കാലാവസ്ഥ എത്തിയതിനാൽ റെയിൽ ഗതാഗതത്തെയും സാരമായി തന്നെ ബാധിച്ചിട്ടുണ്ട്. നിരവധി ട്രെയിൻ സർവീസുകൾ വൈകിയാണ് ഓടുന്നത്. റോഡ് ഗതാഗതത്തെയും അത് സാരമായി ബാധിച്ചു. വരും മണിക്കൂറുകളിലും ഹിമാലയൻ മേഖലയിൽ മഞ്ഞുവീഴ്ച ശക്തമാകുന്നതിനാൽ തണുപ്പ് വർദ്ധിക്കും, അതിശൈത്യം ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്ന മുന്നറിയിപ്പ്. ഡൽഹിയിൽ കഴിഞ്ഞ ദിവസം രാത്രി 4 ഡിഗ്രി വരെ താപനില എത്തി. ഉയർന്ന താപനില 18 ഡിഗ്രി വരെ എത്തും എന്നുള്ളതാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം വ്യക്തമാക്കുന്നത്. ജമ്മു കാശ്മീർ ഉൾപ്പെടെയുള്ള ഉയർന്ന മേഖലകളിൽ -ഡിഗ്രിയിലേക്ക് താപനില എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് വിനോദസഞ്ചാരികൾ ഈ ഒരു കാലാവസ്ഥ ആസ്വദിക്കുന്നതിനായി ധാരാളം വിനോദസഞ്ചാരികൾ നിലവിൽ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലേക്ക് എത്തുന്നുണ്ട്. വിനോദസഞ്ചാരികളോടും തീർത്ഥാടകരോടും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൻ്റെ മുന്നറിയിപ്പ് പരിശോധിച്ച് യാത്ര ക്രമീകരിക്കാനും രാത്രി യാത്ര പൂർണ്ണമായും ഒഴിവാക്കാനും ഇതിനോടകം തന്നെ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കൂടാതെ ഡൽഹി, പഞ്ചാബ്, ഹരിയാന, ഉത്തർപ്രദേശ്, ചണ്ഡീഗഡ് എന്നിവിടങ്ങളിൽ അതീവ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതിശൈത്യത്തിനൊപ്പം കനത്ത മൂടൽമഞ്ഞും ശക്തമാകുന്നതോടെയാണ് ഇത്തരത്തിൽ ട്രെയിനും റോഡ് വ്യോമ ഗതാഗതത്തെ അത് സാരമായി ബാധിക്കുകയും ജനജീവിതം ദുസ്സഹമാക്കുകയും ചെയ്തിട്ടുള്ളത്. നിലവിൽ ഡൽഹിയിൽ വായു ഗുണനിലവാര സൂചിക മെച്ചപ്പെടുന്നുണ്ടെങ്കിലും അതിശൈത്യം തുടരുന്നതിനാൽ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് സാധ്യതയുണ്ടെന്നും ജാഗ്രത പാലിക്കണമെന്നും ആരോഗ്യ മന്ത്രാലയവും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. രോഹിണി. ശരി, ജിഷ്ണുവാണ് വിവരങ്ങൾ നൽകിയത്.